Good morning all. Application of derivatives എന്ന ചാപ്റ്ററിലെ അഞ്ചാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാൻജൻസ് ആൻഡ് നോർമൽസ് എന്ന ആപ്ലിക്കേഷനെ കുറിച്ചായിരുന്നു. അതിൽ നമ്മൾ സംസാരിച്ചത് dy by dx geometrically represents slope of the tangent എന്ന് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഏതൊരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാലും നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കാണണമെങ്കിൽ നമ്മൾ dy by dx അറ്റ് ദാറ്റ് പോയിന്റ് കണ്ടാൽ മതിയാകുന്നതാണ്. പിന്നീട് നമ്മൾ ഇക്വേഷൻ ഓഫ് ടാൻജന്റിനെ കുറിച്ച് സംസാരിച്ചു. ഇക്വേഷൻ ഓഫ് ടാൻജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു കഴിഞ്ഞാൽ പോയിന്റ് സ്ലോപ്പ് ഫോം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 y1, സ്ലോപ്പിന് നമ്മൾ m എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചു. സോ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ഈസ് y മൈനസ് y1 ഈസ് ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. ഇതിൽ m എന്നാൽ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ആണ്. അത് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ dy by dx ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി നോർമലിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെയിം ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുക. ഇക്വേഷൻ ഓഫ് നോർമൽ ഈസ് സെയിം ആസ് y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. സ്ലോപ്പ്, ടാൻജന്റിന്റെ സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോർമലിന്റെ സ്ലോപ്പ് കിട്ടും. അതെങ്ങനെയാണ് കിട്ടുക? നെഗറ്റീവ് റെസിപ്രോക്കൽ എടുത്താൽ മതി. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൂടെ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പറയാം. നോക്കൂ നിങ്ങൾ, സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 1/2 ആണെന്ന് വിചാരിച്ചോളൂ. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് 1/2 ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദി നോർമൽ എന്തായിരിക്കും? ഇതിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും ആൻസർ? ഒന്ന് പറഞ്ഞു നോക്കൂ. യെസ്, -2 എന്നായിരിക്കും അല്ലെ. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് -10 ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദി നോർമൽ എന്തായിരിക്കും? സ്ലോപ്പ് ഓഫ് ദി നോർമൽ നെഗറ്റീവ് റെസിപ്രോക്കൽ എടുക്കണം, 1/10 ആയിരിക്കും. അപ്പൊ നമുക്ക് dy by dx ൽ നിന്ന് ലഭിക്കുന്നത് യഥാർത്ഥത്തില് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ആയിരിക്കും. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്ലോപ്പ് ഓഫ് ദി നോർമൽ കിട്ടും. ബിക്കോസ് ദേ ആർ പെർപെൻഡിക്കുലർ ലൈൻസ്. എന്നിട്ട് നമ്മൾ ഈ y മൈനസ് y1 ഈസ് ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇക്വേഷൻ ഓഫ് ടാൻജന്റും നോർമൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 7 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി അതിന്റെ ബാക്കി തുടർച്ചയായിട്ട് 8 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനെ തുടർന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 അസൈൻമെന്റ്സ് തന്നിരുന്നു. ഇന്ന് 4 മുതൽ 7 വരെയുള്ള 4 അസൈൻമെന്റ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 8. ഇന്ന് നമ്മൾ വ്യത്യസ്ത തരങ്ങളായ ചോദ്യങ്ങളാണ്, വൈവിധ്യങ്ങളായ ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇക്വേഷൻ ഓഫ് ടാൻജന്റും നോർമലാണ് ചെയ്തത്. ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. ഫൈൻഡ് ദി പോയിന്റ് അറ്റ് വിച്ച് ടാൻജന്റ് ടു ദി കർവ് y is equal to root of 4x minus 3 minus 1 has its slope 2/3 എന്നാണ്. ഇവിടെ ഇക്വേഷൻ ഓഫ് ടാൻജന്റും ഇക്വേഷൻ ഓഫ് നോർമലും ഒന്നും അല്ല ചോദ്യം. ഈ സ്ലോപ്പ് വരുന്ന 2/3 സ്ലോപ്പ് വരുന്ന ഈ കർവിലെ പോയിന്റ്സ് കാണാനാണ് ചോദ്യം. ഓക്കെ, ടാൻജന്റിന്റെ സ്ലോപ്പ് 2/3 വരുന്ന പോയിന്റ്സ്, ചുരുക്കി പറഞ്ഞാൽ പോയിന്റ്സ് കാണാനുള്ള ചോദ്യമാണ്. ടാൻജന്റിന്റെ സ്ലോപ്പ് 2/3 എന്ന് തന്നിട്ടുണ്ട്. ടാൻജന്റിന്റെ സ്ലോപ്പ് 2/3. നമ്മൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ടാൻജന്റിന്റെ സ്ലോപ്പ് 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? dy by dx. ഇനി നമുക്ക് y ഡാഷ് എന്ന് കൊടുക്കാം അല്ലെ. dy by dx ഞാൻ സിമ്പിൾ ആയിട്ട് y ഡാഷ് എന്ന് കൊടുക്കാം. y ഡാഷ് ഇസ് ഈക്വൽ ടു 2/3 എന്ന് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം y ഡാഷ് ഇസ് ഈക്വൽ ടു 2/3 ആവുന്ന പോയിന്റ്സ് കാണാനുള്ള ചോദ്യമാണ്. ഓക്കെ, ഡെറിവേറ്റീവ് 2/3 ആവുന്ന പോയിന്റ്സ് കാണാനുള്ള ചോദ്യമാണ്. ക്ലിയർ? അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. y is equal to തന്നിരിക്കുന്ന കർവ് ഞാൻ ഒരിക്കൽ കൂടി എഴുതി. നമ്മൾ dy by dx കാണാണ്. dy by dx ഞാൻ തൽക്കാലം y ഡാഷ് എന്നുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ കൊടുക്കുകയാണ്. എഴുതാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് y ഡാഷ് എന്ന് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് ഈസ് 1/2 റൂട്ട് എക്സ് അല്ലെ. 1/2 റൂട്ട് എക്സ്. അപ്പൊ ഇതിന്റെ ആൻസർ 1/2 റൂട്ട് 4x മൈനസ് 3 ഇൻറ്റു പിന്നെ ചെയിൻ റൂൾ പ്രകാരം ഇൻറ്റു 4 അല്ലെ. 4x മൈനസ് 3യുടെ ഡെറിവേറ്റീവ് ഇൻറ്റു 4 കൂടെ നമ്മൾ എഴുതണം. ഈ 4ഉം 2 നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. Therefore y dash is equal to 2 divided by root 4x minus 3. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സ്ലോപ്പ് 2/3 എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ട, ടാൻജന്റിന്റെ സ്ലോപ്പ് 2/3 എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ y ഡാഷിന്റെ പൊസിഷനിൽ എന്ത് കൊടുക്കുന്നു? 2/3 എന്ന് കൊടുക്കുന്നു. y ഡാഷിന്റെ പൊസിഷനിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? 2/3 എന്ന് കൊടുക്കുന്നു. Therefore 2/3 is equal to 2 divided by 4x minus 3 എന്ന് നമുക്ക് കിട്ടുന്നു.
അല്ലെ? വൈ ഡാഷിന്റെ സ്ഥാനത്ത് 2/3 കൊടുത്തു. 2 ക്യാൻസൽ ചെയ്തെന്ന് വിചാരിച്ചോളൂ. 2 ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ ന്യൂമറേറ്റർ ഇസിക്കൽ ന്യൂമറേറ്റർ ആയതുകൊണ്ട് ഡിനോമിനേറ്റർ ഇസിക്കൽ ടു ഡിനോമിനേറ്റർ നമുക്ക് എഴുതാം അല്ലെ? ഡിനോമിനേറ്റർ ഇസിക്കൽ ടു ഡിനോമിനേറ്റർ എന്ന് എഴുതിയാൽ എന്ത് കിട്ടും ആൻസർ? 3 ഇസിക്കൽ ടു റൂട്ട് ഓഫ് 4x - 3 അല്ലെ? ഈ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. 9 ഇസിക്കൽ ടു 4x - 3 അല്ലെ? 3യുടെ സ്ക്വയർ 9. ഇവിടെ റൈറ്റ് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ സ്ക്വയർ റൂട്ട് എലിമിനേറ്റ് ചെയ്യുന്നു. നമുക്ക് എക്സ് കണ്ടെത്താൻ പോവുകയാണ്. 4x ഇസിക്കൽ ടു 12 എന്ന് കിട്ടുന്നു. 3 ഇങ്ങോട്ട് സൈഡ് മാറ്റിയതാണ്. therefore x ഇസിക്കൽ ടു 3. 12/4 ഇസിക്കൽ ടു 3 എന്ന ആൻസർ കിട്ടിയില്ലേ? നമ്മുടെ ചോദ്യം എന്താണ്? ഫൈൻഡ് ദി പോയിന്റ്സ് എന്നാണ് ചോദ്യം. അപ്പൊ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. x ഇസിക്കൽ ടു 3 എന്ന് കിട്ടി. ഇനി നമുക്ക് y കോർഡിനേറ്റ് കൂടെ കാണണം. എങ്ങനെ y കോർഡിനേറ്റ് കിട്ടും? നമ്മുടെ ഒറിജിനൽ കർവ് ഏതാണ്? ഇതാ y ഇസിക്കൽ റൂട്ട് ഓഫ് 4x - 3 - 1 ആണ് കർവ്. അതിൽ നമ്മൾ എക്സിന് 3 എന്ന് കൊടുക്കുകയാണ്. പുട്ട് x ഇസിക്കൽ ടു 3 ഇൻ ദിസ് y. സോ y ഇസിക്കൽ ടു x ഇസിക്കൽ ടു 3 ഗീവ്സ് y ഇസിക്കൽ ടു 4 ഇൻറ്റു റൂട്ട് ഓഫ് 4 ഇൻറ്റു ഇതാ ഈ എക്സിന്റെ പൊസിഷനിൽ ഇതാണ്ടില്ല നിങ്ങൾ ഈ എക്സിന്റെ പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? 3 എന്ന് കൊടുക്കുകയാണ്. അപ്പൊ 4 ഇൻറ്റു 3 - 3 - 1. ഓക്കെ, therefore y ഇസിക്കൽ ടു എത്രയായിരിക്കും ആൻസർ? ഇത് 12 - 3 9 ആണ്. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 - 1 ഇസിക്കൽ ടു 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലെ? 2 y ഇസിക്കൽ ടു 2 എന്നാണ് ഇതിന്റെ ആൻസർ. y ഇസിക്കൽ ടു 2. therefore x ഇസിക്കൽ ടു 3 y ഇസിക്കൽ ടു 2. x ഇസിക്കൽ ടു 3 എന്ന് കിട്ടിയിട്ടുണ്ട്. y ഇസിക്കൽ ടു 2 എന്ന് കിട്ടിയിട്ടുണ്ട്. therefore ഏതാണ് പോയിന്റ്? therefore the required point is 3 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 3 2 ആണ് നമ്മുടെ പോയിന്റ്. ഫൈൻഡ് ദി പോയിന്റ്സ് at which tangent has slope 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഡാഷ് നമ്മൾ കണ്ടെത്തുന്നു. y ഡാഷിന് 2/3 എന്ന് കൊടുക്കുന്നു. y ഡാഷിന് 2/3 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് x കിട്ടുന്നു. put x ഇസിക്കൽ ടു 3 in the curve we will get y. so xy ആണ് നമ്മുടെ ആൻസർ. 3 2 ആണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ. ക്ലിയർ? നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. സെയിം ചോദ്യമാണ്. ഫൈൻഡ് ദി പോയിന്റ്സ് at which tangent to the curve y equal x cube minus 3x square minus 9x plus 7 is parallel to the x axis. നമ്മൾ ഇത്ര വായിച്ചാൽ മതി. ടാൻജന്റ് പാരലൽ ടു എക്സ് ആക്സിസ് കണ്ടോ? ടാൻജന്റ് പാരലൽ ടു എക്സ് ആക്സിസ് ആവുന്ന പോയിന്റ്സ് കാണാനുള്ള ചോദ്യമാണ്. ടാൻജന്റ് പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ടാൻജന്റ് പാരലൽ ടു എക്സ് ആക്സിസ് മീൻസ് സ്ലോപ്പ് ഈസ് വാട്ട്? സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഇസ് ഈക്വൽ ടു ടാൻജന്റ് പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസും നമ്മളുടെ ആംഗിൾ 0 അല്ലേ? അപ്പൊ ടാൻ 0 എന്താണ്? ടാൻ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ അല്ലേ? സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഈസ് 0 എന്ന് നമ്മൾ പഠിച്ചു. ടാൻജന്റ് പാരലൽ ടു എക്സ് ആക്സിസ് മീൻസ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഇസ് ഈക്വൽ ടു 0. എന്താണ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറഞ്ഞാൽ y ഡാഷ് ആണ്. അപ്പൊ നമ്മൾ y ഡാഷ് കാണുന്നു, 0 കൊടുക്കുന്നു. y is equal to x cube minus 3x square minus 9x plus 7. What is y dash? Y dash is equal to x cube derivative 3x square minus 6x minus 9. Very simple function ആണ് അല്ലെ? നമ്മൾ എന്ത് ചെയ്യണം ഇനി? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. therefore ഇവിടെ നമ്മൾ y ഡാഷിന് 0 എന്ന് കൊടുക്കുന്നു. 0 is equal to 3x square minus 6x minus 9. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അല്ലെ? ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിന് 2 വാല്യൂസ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഞാൻ ഇവിടെ ഫാക്ടറൈസേഷൻ മെത്തേഡിലാണ് തൽക്കാലം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് മെത്തേഡും യൂസ് ചെയ്യാം. ഞാൻ ഇതിനൊന്ന് ജസ്റ്റ് ഫാക്ടറൈസ് ചെയ്യുന്നു. എക്സ് പ്ലസ് 1 ഇൻറ്റു 3x മൈനസ് 9 എന്ന് എഴുതുന്നു. 3x മൈനസ് 9 ഇൻറ്റു എക്സ് പ്ലസ് 1 ചെയ്താൽ ഇതേ പോളിനോമിയൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 0. ഇതിൽ ഫസ്റ്റ് ബ്രാക്കറ്റിന് ഞാൻ 0 കൊടുക്കുന്നു, സെക്കൻഡ് ബ്രാക്കറ്റിന് 0 കൊടുക്കുന്നു അല്ലെ? ഫസ്റ്റ് ബ്രാക്കറ്റിന് 0 കൊടുത്തു കഴിഞ്ഞാൽ x is equal to 3 എന്ന് ലഭിക്കും. എക്സ് പ്ലസ് 1 is equal to 0 മീൻസ് x is equal to -1. അങ്ങനെ നമുക്ക് എക്സിന് 2 വാല്യൂസ് ലഭിച്ചിട്ടുണ്ട്. x is equal to 3, x is equal to -1. ഞാൻ ഇവിടെ ഫാക്ടറൈസേഷനിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല ഇല്ലേ നിങ്ങൾ പഠിച്ചിരിക്കുന്നത്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac/2a. അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് 2 വാല്യൂസ് ലഭിക്കും. ഇനി എക്സ് 3 ആകുമ്പോൾ y എന്താണെന്ന് നോക്കണം. എക്സ് -1 ആകുമ്പോൾ വാട്ട് ഈസ് y? അങ്ങനെ 2 വാല്യൂസ് നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പൊ x is equal to 3, വാട്ട് ഈസ് y? ഇതാ ഈ ഇക്വേഷനിൽ കൊടുക്കണം y. ഇവിടെ റെഡ് കളറിൽ നിങ്ങൾ കാണുന്നില്ലേ? അതിൽ x ന് ഞാൻ 3 കൊടുക്കുന്നു. 3 ക്യൂബ് അല്ലെ? 27 മൈനസ് 3 ഇൻറ്റു 3 സ്ക്വയർ മൈനസ് 9 ഇൻറ്റു 3 പ്ലസ് 7. എക്സിന്റെ സ്ഥാനത്ത് 3 കൊടുത്തതാണ്. 27 മൈനസ് 27 മൈനസ് 27 പ്ലസ് 7 എന്ന് കിട്ടും. ഈ 27 ക്യാൻസൽ ചെയ്യുന്നു. മൈനസ് 27 പ്ലസ് 7 മൈനസ് 20 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു അല്ലെ? എക്സ് ഇസ് ഈക്വൽ ടു 3 ആകുമ്പോൾ y is equal to -20,
Similarly, x is equal to minus 1 കൊടുത്തു കഴിഞ്ഞാൽ y is equal to minus 1 cube minus 3 into minus 1 square minus 9 into minus 1 plus 7. The x in the position എല്ലാം minus 1 കൊടുത്തതാണ്. So y is equal to what? Y is equal to minus 1 plus 3 plus 9 plus 7. So y is equal to 12 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നോക്കി x 3 ആകുമ്പോൾ y minus 20, x minus 1 ആകുമ്പോൾ y is equal to 12. There are 2 points. ഏതൊക്കെയായിരുന്നു പോയിന്റ്? x y എന്നുള്ള ഓർഡറിൽ എഴുതി കൊടുത്താൽ മതി. ഏതാ ഫസ്റ്റ് പോയിന്റ്? 3 minus 20 അല്ലെ? ഫസ്റ്റ് points are 3 minus 20 and minus 1 12. രണ്ട് ആൻസർ ലഭിക്കും. ഒന്ന് 3 minus 20, സെക്കൻഡ് വൺ ഈസ് minus 1 12. അങ്ങനെ രണ്ട് ആൻസർ ആണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. രണ്ട് പോയിന്റ്സ് ഉണ്ട് പാരലൽ ടു എക്സ് ആക്സിസ് ടാൻജന്റ് വരുന്ന. There are 2 points. Okay, clear? ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ടാൻജന്റ് പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു 0. സ്ലോപ്പ് കണ്ടെത്തുന്നു, 0 കൊടുക്കുന്നു. സാധാരണ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ രണ്ട് ആൻസർ കിട്ടുന്നുണ്ട് എക്സിന്. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വൈക്കും രണ്ട് വാല്യൂസ് കിട്ടും. Therefore, രണ്ട് പോയിന്റ്സ് നമുക്ക് ആൻസർ ആയിട്ട് ലഭിക്കും. Okay, question number 10. Find points on the curve x square plus y square minus 2x minus 3 is equal to 0 at which tangents are parallel to x axis. Same model ആണ്. Tangent parallel to x axis means slope of the tangent is equal to 0. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഫംഗ്ഷൻ നോക്കൂ നിങ്ങൾ. x square plus y square minus 2x minus 3 is equal to 0. ഈ ഒരു ഫംഗ്ഷന് പറയുന്ന പേരെന്താണ്? എക്സും വൈയും മിക്സഡ് ആയിട്ട് വരുമ്പം, എക്സും വൈയും മിക്സഡ് ആയിട്ട് വരുമ്പം ഫംഗ്ഷൻസിന് പറയുന്ന പേര് യെസ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്നാണ് പറയാ അല്ലെ? ഇതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ എക്സാമ്പിൾ കൂടെയാണ്. അപ്പൊ നമ്മൾ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണാൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടോ ഇവിടെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ നമ്മൾ ഏത് ഫംഗ്ഷൻ കിട്ടിയാലും നമുക്ക് ഡെറിവേറ്റീവ് കാണാൻ പറ്റണം. അതിനാണ് നമ്മൾ ഡിഫറെന്റ് ഐറ്റംസ് ഒക്കെ പഠിച്ചിരിക്കുന്നത് ആ ചാപ്റ്ററിൽ. ഓക്കെ, ഇവിടെ നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y പോരാ 2y dy by dx മൈനസ് 2x ന്റെ ഡെറിവേറ്റീവ് -2, 3 യുടെ ഡെറിവേറ്റീവ് 0 ഈക്വൽ ടു 0. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2y dy by dx. dy by dx ന് പകരമാണ് ഞാൻ y ഡാഷ് എന്ന് എഴുതിയത് കേട്ടോ. ഓക്കെ, നമുക്ക് കാണേണ്ടത് y ഡാഷ് ആണ്. സോ 2y y ഡാഷ് ഇസ് ഈക്വൽ ടു 2 minus 2x. ഈ 2നെയും 2x-നെയും റൈറ്റ് സൈഡിലേക്ക് മാറ്റി. Therefore y dash 2y y dash is equal to 2 into 1 minus x. 2 കോമൺ ഫാക്ടർ എടുത്താണ്, എന്നിട്ട് 2 ക്യാൻസൽ ചെയ്തു. സോ y dash is equal to 1 minus x divided by y എന്ന് നമുക്ക് ആൻസർ കിട്ടി. ക്ലിയർ? 1 minus x divided by y ആണ് സ്ലോപ്പ്. പക്ഷെ തന്നിട്ടുണ്ട് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Therefore 1 minus x by y is equal to 0 അല്ലെ? ഇതാണല്ലോ y dash. അതിന് 0 എന്ന് കൊടുത്തു. ഈ ക്വാണ്ടിറ്റി എപ്പോഴാണ് 0 ലഭിക്കുക? അത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ഈ ക്വാണ്ടിറ്റി 0 വരണമെങ്കിൽ ന്യൂമറേറ്റർ 0 വരണം അല്ലെ? ന്യൂമറേറ്റർ 0 വരണം എന്ന് പറഞ്ഞാൽ x is equal to 1 ആയിരിക്കണം അല്ലെ? x is equal to 1. വെരി ക്ലിയർ. x is equal to 1 ആണെങ്കിൽ ഇത് ഈ ക്വാണ്ടിറ്റി 0 വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? x is equal to 1 എന്ന ആൻസർ കിട്ടി. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് പോയിന്റ്സ് എന്നാണ്, അല്ലെങ്കിൽ പോയിന്റ് ആണ് അല്ലെ? x 1 ആകുമ്പോൾ വാട്ട് ഈസ് y എന്ന് നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഒറിജിനൽ ഇക്വേഷൻ ആണ് x square plus y square. ആ ഒറിജിനൽ ഇക്വേഷനിൽ നമ്മൾ x ന് 1 എന്ന് കൊടുക്കാൻ പോവാണ്. ഇതാണ് ഒറിജിനൽ ഇക്വേഷൻ. Put x is equal to 1. x is equal to 1 gives 1 square plus y square minus 2 into 1 minus 3 is equal to 0 implies y square is equal to 4. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 4 എന്ന ആൻസർ കിട്ടും അല്ലെ? implies y is equal to plus or minus 2 എന്ന് കിട്ടും. അപ്പൊ x is equal to 1ന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര വൈകൾ ഉണ്ട്? y is equal to plus 2 or minus 2. ഇപ്പൊ രണ്ട് പോയിന്റ്സ് വീണ്ടും ഉണ്ട്. ഏതൊക്കെയാണ് പോയിന്റ്സ്? 1 2 1 minus 2. നമുക്ക് ഒന്നിച്ച് വേണമെങ്കിൽ എഴുതാം. പോയിന്റ്സ് ആർ 1 2 1 minus 2. ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല. 1 പ്ലസ് ഓർ മൈനസ് 2 എന്ന് എഴുതിയാലും മതി. ഓക്കെ, ഒരുമിച്ച് ക്ലബ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ആൻസർ എഴുതാവുന്നതാണ്. 1 2 1 minus 2. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 11. Find the point on the curve y is equal to x minus 2 the whole square at which tangent is parallel to the chord joining the points 2 0 and 4 4. ഇവിടെ ടാൻജന്റ് ഈസ് പാരലൽ ടു ദി കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്താണ്? ടാൻജന്റ് പാരലൽ ടു ദി കോഡ് എന്ന് പറഞ്ഞാൽ ഈ കോഡിന്റെ സ്ലോപ്പ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ കോഡിന്റെ സ്ലോപ്പ് ഒന്ന് കണ്ടു നോക്കാം. രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ സ്ലോപ്പ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്തായിരുന്നു? y2 minus y1 divided by x2 minus x1 അല്ലെ? സ്ലോപ്പ് ഓഫ് ദി കോഡ് ജോയിനിങ് 2 0 and 4 4 4 minus 0 divided by 4 minus 2 2 എന്ന ആൻസർ കിട്ടും. ഇതാണ് സ്ലോപ്പ് ഓഫ് ദി കോഡ്. ഓക്കെ,
സ്ലോപ്പ് ഓഫ് ദി കോഡ് 2 ആയതുകൊണ്ട് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റും എന്തായിരിക്കും 2 ആയിരിക്കും. കാരണം ടാൻജന്റ് ഈസ് പാരലൽ ടു ദി കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. പാരലൽ എന്ന് പറഞ്ഞാൽ സെയിം സ്ലോപ്പ് എന്നാണല്ലോ. അതുകൊണ്ട് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് നമുക്ക് 2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് dy by dx ഉപയോഗിച്ച് ചെയ്യാണ് അല്ലെ. y തന്നിട്ടുണ്ട് x minus 2 the whole square. Then what is y dash? What is y dash? Y dash is equal to yes 2 into x minus 2. Clear? 2 into x minus 2. Now what is given? Slope of the tangent is equal to what? 2 എന്ന് തന്നിട്ടുണ്ട് കണ്ടോ. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദി കോഡ് ആണ്. 2 is equal to 2 into x minus 2. 2 cancel ചെയ്യുന്നു. So x minus 2 is equal to 1 എന്ന ആൻസർ കിട്ടുന്നു. Okay, therefore x is equal to 3. അപ്പൊ x കോർഡിനേറ്റ് കിട്ടി. ഇനി x is equal to 3 ആകുമ്പോൾ what is y? x is equal to 3 gives what is y? y അവിടെ റെഡ് കളറിൽ കാണുന്നില്ലേ y? ഇവിടെ x ന് 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 3 minus 2 the whole square. That implies y is equal to 1 എന്ന് നമുക്ക് ആൻസർ ലഭിക്കും. So y is equal to 1. x is equal to 3, y is equal to 1. അപ്പോൾ ഏതായിരിക്കും പോയിന്റ്? Therefore required point is yes 3 1 എന്നാണ് ആൻസർ. 3 1. വളരെ സിമ്പിൾ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചാൽ മതി. കണ്ടോ നിങ്ങൾ, ടാൻജന്റ് ഈസ് പാരലൽ ടു ദി കോഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ലോപ്പ്. ടാൻജന്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് 0 എന്ന് കൊടുത്തതുപോലെ ടാൻജന്റ് പാരലൽ ടു കോഡ് ആകുമ്പോൾ ഈ കോഡിന്റെ സ്ലോപ്പ് കൊടുത്താൽ ആൻസർ കിട്ടും. സ്ലോപ്പ് ഓഫ് ദി കോഡ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു. y2 minus y1 by x2 minus x1. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 12. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ നിങ്ങൾ. Find the points on the curve x square by 4 plus y square by 25 is equal to 1 at which tangents are രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പാരലൽ ടു x axis, പാരലൽ ടു y axis. ടാൻജന്റ് പാരലൽ ടു x axis, ടാൻജന്റ് പാരലൽ ടു y axis. അങ്ങനെയുള്ള പോയിന്റ്സ് കാണും. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഫംഗ്ഷൻ, ഇതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ തന്നെയാണ്. ഇതിൽ നിന്ന് നമ്മൾ ഡെറിവേറ്റീവ് കാണാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ഓക്കെ, ഇതൊരു എലിപ്സിന്റെ ഇക്വേഷൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ x square by 4 plus y square by 25 is equal to 1 ൽ നമ്മൾ dy by dx കാണാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അപ്പൊ എന്തായിരിക്കും? ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് അല്ലെ. x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x by 4 plus y സ്ക്വയറിന്റെ 2y dash by 25 is equal to 0. റൈറ്റ് സൈഡ് കോൺസ്റ്റന്റ് ആയത് കാരണം 0. നമുക്ക് കാണേണ്ടത് y dash ആണ് അല്ലെ. അപ്പൊ 2y dash divided by 25 is equal to minus x by 4. y dash divided by 25 is equal to ഈ 2 ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 ക്യാൻസൽ ചെയ്തതിന് ശേഷം y dash by 25 is equal to minus x by 4. അപ്പൊ y dash is equal to what? y dash is equal to minus, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, minus 25x divided by 4y. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. dy by dx കണ്ടോ, minus 25x divided by 4y ആണ് ആൻസർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവ്. ഇനി നമ്മുടെ ഡെറിവേറ്റീവ് ഡെറിവേറ്റീവ് മൈനസ് 25x ഡിവൈഡ് ബൈ 4y കിട്ടി. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ടാൻജൻസ്. ഇതാണ് ടാൻജന്റിന്റെ സ്ലോപ്പ്. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ആണ് നിങ്ങൾ ഈ ബോക്സിൽ കാണുന്നത്. ടാൻജന്റ് പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പാരലൽ ടു എക്സ് ആക്സിസ് മീൻസ് സ്ലോപ്പ് ഇസ് ഈക്വൽ ടു 0. ഈ നിങ്ങൾ ഈ ബോക്സിൽ കാണുന്ന ഡെറിവേറ്റീവ് 0, ഈ ക്വാണ്ടിറ്റി 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എപ്പോഴാണ് ഈ y dash 0 വരിക? നമുക്കറിയാം ഈ ക്വാണ്ടിറ്റി 0 വരണമെങ്കിൽ ന്യൂമറേറ്റർ 0 വരണം അല്ലെ. ന്യൂമറേറ്റർ 0 എന്ന് വരണമെങ്കിൽ minus 25 0 ഒരിക്കലും ആവില്ല. x is equal to 0 വരണം അല്ലെ. therefore slope of tangent is 0 means what? ഈ ക്വാണ്ടിറ്റി 0 വരണം. that means 25x is equal to 0 വരണം. x is equal to 0 എന്ന്. x is equal to 0 ആകുമ്പോൾ മാത്രമേ ഈ ഒരു ക്വാണ്ടിറ്റി 0 വരികയുള്ളൂ അല്ലെ. x 0 എന്ന് വന്നു കഴിഞ്ഞാൽ what is y? നോക്കൂ നിങ്ങൾ, x is equal to 0 നമ്മൾ ഈ എക്സ്പ്രഷനിൽ കൊടുക്കുകയാണ്. ഈ എലിപ്സില് x is equal to 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം ഞാൻ 0 കൊടുത്തു കണ്ടോ. ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ ഭാഗം 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ y square by 25 is equal to 1 ആയി മാറും. ഓക്കെ, y square by 25 is equal to 1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ y square is equal to 25, y is equal to plus or minus 5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. therefore there are 2 points, രണ്ട് പോയിന്റ്സ് ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ്? 0 plus or minus 5 ആണ് ഇതിന്റെ ആൻസർ. പോയിന്റ്സ് ആർ 0 plus or minus 5. ടാൻജന്റ് പാരലൽ ടു എക്സ് ആക്സിസ് വരുന്ന രണ്ട് പോയിന്റ്സ് ഉണ്ട്, 0 plus or minus 5. സെപ്പറേറ്റ് എഴുതുകയാണെങ്കിൽ 0 5 രണ്ട് പോയിന്റ് ആക്കിയിട്ട് വേണമെങ്കിൽ എഴുതാം. 0 5ഉം 0 minus 5ഉം നമ്മൾ ഒരുമിച്ച് എഴുതിയതാണ് 0 plus or minus 5. ഇങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, ഇനി ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുണ്ട്. ടാൻജന്റ് പാരലൽ ടു y ആക്സിസ് നമുക്ക് നോക്കാം. നോക്കൂ നിങ്ങൾ, അതേ സെയിം ക്വസ്റ്റ്യൻ ആണ്.
സ്ലോപ്പ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. ടാൻജന്റ് പാരലൽ ടു വൈ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൈ ആക്സിന് പാരലൽ ആവുന്ന ടാൻജന്റ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലൈൻ ആണ്. വെർട്ടിക്കൽ ലൈനിന്റെ സ്ലോപ്പ് എന്താണ് നമ്മൾ പഠിച്ചത് അല്ലെ? വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ 90 ഡിഗ്രി അല്ലേ? 90 ഡിഗ്രി എന്ന് കഴിഞ്ഞാൽ tan 90 നോട്ട് ഡിഫൈൻഡ് ആണ്. therefore വെർട്ടിക്കൽ ലൈൻസിന് സ്ലോപ്പ് നോട്ട് ഡിഫൈൻഡ് എന്നാ പഠിച്ചത്. വെർട്ടിക്കൽ ലൈന് സ്ലോപ്പ് നോട്ട് ഡിഫൈൻഡ്. ടാൻജന്റ് പാരലൽ ടു വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആണ്. വെർട്ടിക്കൽ ലൈനിന്റെ സ്ലോപ്പ് എന്താണ്? നോട്ട് ഡിഫൈൻഡ്. എപ്പോഴാണ് സ്ലോപ്പ് നോട്ട് ഡിഫൈൻ എന്ന് പറയാൻ നോക്കൂ. ഇവിടെ സ്ലോപ്പ് നിങ്ങൾ ബോക്സിൽ കാണുന്നുണ്ട്. വൈ ഡാഷ് ആണ് സ്ലോപ്പ് അല്ലെ? വൈ ഡാഷ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറയണമെങ്കിൽ ഈ ക്വാണ്ടിറ്റി നോട്ട് ഡിഫൈൻഡ് ആവണം അല്ലെ? ഈ ക്വാണ്ടിറ്റി നോട്ട് ഡിഫൈൻഡ് നമ്മൾ എപ്പോഴാ പറയാം? യെസ്, ഡിനോമിനേറ്റർ 0 വരും അല്ലെ? ഡിനോമിനേറ്റർ എപ്പോഴാ 0 വരിക? 4 ഒരിക്കലും 0 വരില്ല. y = 0 എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, y = 0. സ്ലോപ്പ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ dy/dx നോട്ട് ഡിഫൈൻഡ്. ദാറ്റ് മീൻസ് this 25x/4y not defined. That means denominator is equal to 0. That means y is equal to 0. ഇനി y is equal to 0 എന്ന് കൊടുത്തു നോക്കാം നമുക്ക്. ഏതില്? ഈ ഇക്വേഷനിൽ, എലിപ്സിന്റെ ഇക്വേഷനിൽ y is equal to 0 എന്ന് കൊടുത്തു നോക്കല്ല. y is equal to 0 ഞാൻ ഇവിടെ കൊടുത്തു, കണ്ടോ? y 0 എന്ന് കൊടുത്തു. അപ്പൊ എന്ത് വായിക്കാം നമുക്ക്? x²/4 is equal to 1. x²/4 is equal to 1. ക്ലിയർ? ഇത് അവിടെ y ക്ക് 0 കൊടുത്തതാണ്. x² is equal to 4, x is equal to plus or minus 2 എന്ന് കിട്ടും. Therefore again we get 2 points plus or minus 2, 0. Points are plus or minus 2, 0. ആദ്യം x കോർഡിനേറ്റ് എഴുതണം, പിന്നീട് y കോർഡിനേറ്റ് എഴുതണം. y ആണ് ഇവിടെ 0, so y is equal to 0, x is equal to plus or minus 2. ക്ലിയർ? രണ്ട് പോയിന്റ്സ് പറഞ്ഞു. ടാൻജന്റ് പാരലൽ ടു x ആക്സിസ്, ടാൻജന്റ് പാരലൽ ടു y ആക്സിസ്. പാരലൽ ടു y ആക്സിസ് മീൻസ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് നോട്ട് ഡിഫൈൻഡ്. അത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. എല്ലാവരും നമുക്ക് മനസ്സിലാക്കാം. സ്ലോപ്പ് നോട്ട് ഡിഫൈൻഡ്. വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞാൽ θ90 ആണ്. θ90 means tan 90 not defined. Slope എന്ന് പറഞ്ഞാൽ tan θ ആണല്ലോ. Okay, next question. Question number 13. Find the points on the curve y is equal to x cube at which the slope of the tangent is equal to the y coordinate of the point. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. Slope is equal to y coordinate of the point. Slope is equal to y coordinate of the points. So നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ തുടങ്ങാം. y is equal to x cube എന്ന് എഴുതി. ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? സ്ലോപ്പ് y dash is equal to 3x² അല്ലെ? x ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x². ഇതാണല്ലോ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. y dash എന്ന് പറയുന്ന പേരാണ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. ഈ സെക്ഷനിൽ നമ്മൾ ആകെ പഠിച്ചിട്ടുള്ളൂ y dash എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. പക്ഷെ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ഈസ് ഈക്വൽ ടു y കോർഡിനേറ്റ്. അപ്പൊ നമ്മൾ dy/dx പകരം എന്ത് കൊടുക്കണം? y കോർഡിനേറ്റ് കൊടുക്കണം. y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ y തന്നെ. therefore given that y dash is equal to y, the slope of the tangent is equal to y coordinate എന്ന് പറഞ്ഞാൽ y dash is equal to y. ഇതാണ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്, അത് y കോർഡിനേറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താ? y is equal to 3x² അല്ലെ? 3x² is equal to y dash. y dash ന് പകരം എന്ത് എഴുതി? y കോർഡിനേറ്റ് എന്ന് എഴുതി. so 3x² is equal to y. പക്ഷെ ആക്ച്വലി വാട്ട് ഈസ് y? y is equal to x cube എന്ന് തന്നിട്ടുണ്ട്. therefore 3x² is equal to x cube. നമുക്ക് x കണ്ടെത്തണം കേട്ടോ. x കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവിടെ x ഉം x ഉം ക്യാൻസൽ ചെയ്യാൻ പാടില്ല. കാരണം x 0 വരാൻ സാധ്യതയുള്ളത് കൊണ്ട് രണ്ട് ഭാഗത്തും 0 ആണെങ്കിൽ ഒരിക്കലും നമ്മൾ x ക്യാൻസൽ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു വൺ സൈഡ് ആക്കി മാറ്റിയിട്ട് ഇക്വേഷൻ ആക്കി ചെയ്യാൻ. 3x² minus x cube is equal to 0. x² കോമൺ ഫാക്ടർ എടുക്കുന്നു. x² into 3 minus x is equal to 0. ഇപ്പൊ രണ്ട് കേസ് ആവാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് 0, സെക്കൻഡ് 0. x² is equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² is equal to 0 എന്ന് എഴുതാം. അല്ലെങ്കിൽ 3 minus x is equal to 0. ഫസ്റ്റ് gives x is equal to 0 or x is equal to 3. അങ്ങനെ രണ്ട് വാല്യൂസ് നമുക്ക് x ന് കിട്ടുന്നുണ്ട്. x is equal to 0, x is equal to 3. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. x² x cube ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ x² ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പാടില്ല. ക്യാൻസൽ ചെയ്യാൻ നമുക്ക് പെർമിഷൻ ഉള്ളത് only when x not equal to 0 ആണ്. x 0 ആവുമ്പോൾ ഒരിക്കലും നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പാടില്ല. x is equal to 0 രണ്ട് ഭാഗത്തും ക്യാൻസൽ ചെയ്താൽ അത് മീനിങ്ലെസ് ഓപ്പറേഷൻ ആണ്. ഓക്കെ, x 0 അല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. പക്ഷെ ഈ കേസിൽ x 0 വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരിക്കലും ക്യാൻസൽ ചെയ്യാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ x is equal to 0, x is equal to 3. ഇനി പോയിന്റ്സ് ആണല്ലോ ചോദ്യം. when x is equal to 0, what is y? x 0 ആകുമ്പോൾ എന്ത് സംഭവിക്കും നോക്കൂ നിങ്ങൾ. x is equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what is y? y എന്ന് പറഞ്ഞാൽ x ക്യൂബ് അല്ലേ? 0ന്റെ ക്യൂബ് വരും അല്ലെ? y is equal to 0. x is equal to 3 ആകുമ്പോഴോ y is equal to 3 ക്യൂബ് വരും. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 27. therefore the points are 0, 0
and 327. 0, 0 and 327. Clear ആണല്ലോ? x 0 കൊടുത്താൽ y is equal to 0. ഈ ഇക്വേഷനിൽ കൊടുത്താൽ മതി. x is equal to 3 ആകുമ്പോൾ what is y? y is equal to 3 cube. 3 cube ആണ് ഇവിടെ നിങ്ങൾ കാണുന്ന 27. ക്ലിയർ? നമ്മൾ ഇവിടെ x square ഇവിടെ ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് x is equal to 3 എന്ന് മാത്രമായിരിക്കും ആൻസർ കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് ആൻസർ 327 എന്ന് മാത്രം ആൻസർ ലഭിക്കും. ആ ആൻസർ പെർഫെക്റ്റ് ആൻസർ അല്ല. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഒരിക്കലും ക്യാൻസൽ ചെയ്യരുത്. ക്യാൻസൽ ചെയ്താലുള്ള ഒരു പ്രശ്നം ഞാൻ ഇവിടെ വിശദീകരിക്കാം. നോക്കൂ, നിങ്ങൾ ഞാൻ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കൂ കേട്ടോ. 0 ക്യാൻസൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഞാൻ എക്സാമ്പിൾ ഇവിടെ പറയാം. നമുക്കറിയാം 2 into 0 എത്രയാണ്? 0 ആണ് അല്ലെ? 2 into 0 ആക്ച്വലി 5 into 0 കറക്റ്റ് അല്ലേ? ഈ ഇക്വേഷൻ ശരിയല്ലേ? 2 into 0 is equal to 5 into 0 ആൻസർ കറക്റ്റ് ആണ് അല്ലെ? ഇതിൽ 0 ആണ്, ഇതും 0 ആണ്. നമ്മൾ ഈ രണ്ട് 0 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ക്യാൻസൽ ചെയ്താൽ 2 is equal to 5. അത് മാത്തമാറ്റിക്കലി തെറ്റല്ലേ? അതുകൊണ്ട് നമുക്ക് 0 വരികയാണെങ്കിൽ രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്യാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ x സ്ക്വയറും ഇവിടെ ക്യാൻസൽ ചെയ്യാത്തത്. ക്ലിയർ? ഗോട്ട് ഇറ്റ്? അതുപോലെ നമ്മൾ ഏത് എഴുതിയാലും കറക്റ്റ് ആണ്. ഇവിടെ 12 into 0 is equal to 15 into 0 എന്ന് എഴുതി. 0 ക്യാൻസൽ ചെയ്താൽ എന്തായി? 12 is equal to 15. മാത്തമാറ്റിക്സിലെ എല്ലാ റിസൾട്ടും തെറ്റിപ്പോകും. അതുകൊണ്ട് അങ്ങനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ 0 അല്ലാത്തത് മാത്രമേ ക്യാൻസൽ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 14. Find equation of tangent to the curve. Equation കാണാനുള്ള ചോദ്യമാണ്. y is equal to x minus 7 divided by x minus 2 x minus at which tangent at the point where it cut the x-axis. നോക്കൂ, നിങ്ങൾ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് കാണാൻ രണ്ട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന്, പോയിന്റ് ആവശ്യമുണ്ട്, സ്ലോപ്പും ആവശ്യമുണ്ട്. ഓക്കെ, ഇക്വേഷൻ ഓഫ് ടാൻജന്റ് കാണാൻ പോയിന്റ് ആവശ്യമുണ്ട്, സ്ലോപ്പും ആവശ്യമുണ്ട്. സ്ലോപ്പ് കാണാൻ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടാൽ മതി. ഓക്കെ, പോയിന്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ തന്നിരിക്കുന്ന ക്ലൂസ് ഉപയോഗിക്കണം. എങ്ങനെ പോയിന്റ് കിട്ടും നോക്കൂ. അറ്റ് ദി പോയിന്റ് വേർ ഇറ്റ് കട്ട് എക്സ് ആക്സിസ് എന്നാ പറഞ്ഞത്. എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്താണ്? എക്സ് ആക്സിലെ പോയിന്റിന്റെ പ്രത്യേകത അവിടെ y കോർഡിനേറ്റ് 0 ആയിരിക്കും അല്ലെ? given that y coordinate is equal to 0, cut the x axis means y is equal to 0. ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ, y equal to 0. ഈ y എന്ന് തന്നിരിക്കുന്ന ഈ എക്സ്പ്രഷൻ 0 എന്ന് വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും ന്യൂമറേറ്റർ 0 വരണം അല്ലെ? ന്യൂമറേറ്റർ 0 വരണമെങ്കിൽ x എന്തായിരിക്കണം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ന്യൂമറേറ്റർ 0 എന്ന് സംഭവിക്കണമെങ്കിൽ what is x? Yes, x is equal to 7 എന്ന് വരണം. x is equal to 7. ഓക്കെ, therefore നമുക്ക് പോയിന്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്താണ് പോയിന്റ്? 7 0. പോയിന്റ് ഈസ് വാട്ട്? 7 0. x കോർഡിനേറ്റ് 7, y കോർഡിനേറ്റ് 0. അപ്പൊ 7 0 ആണ് നമ്മുടെ പോയിന്റ്. അപ്പൊ പോയിന്റ് കിട്ടി. ഇനി നമുക്ക് സ്ലോപ്പ് ആണ് ആവശ്യമുള്ളത്. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. ഓക്കെ, സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? dy by dx ആണ്. ഇപ്പൊ dy by dx കാണുമ്പോൾ നമ്മൾ കോഷ്യന്റ് റൂൾ ഉപയോഗിക്കണം. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഈ x minus 2 x minus 3 തൽക്കാലം ഞാൻ ഒരു പോളിനോമിയൽ ആക്കി എഴുതാണ് കേട്ടോ. ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? x square minus 5x plus 6 എന്ന് കിട്ടും. x into x square minus 5x plus 6. അത് സൗകര്യത്തിന് വേണ്ടിയിട്ട് എഴുതിയതാണ്. നമുക്ക് മനസ്സിലാവും എന്തിനാ എഴുതിയെന്ന്. ഓക്കെ, ഇനി ഞാൻ dy by dx കാണാം. dy by dx കാണാൻ എന്ത് ഉപയോഗിക്കണം? ഇവിടെ കോഷ്യന്റ് ആയതുകൊണ്ട് കോഷ്യന്റ് റൂൾ ഉപയോഗിക്കുകയാണ്. കോഷ്യന്റ് റൂൾ നമുക്കറിയാം, ഡിനോമിനേറ്റർ തുടങ്ങണം അല്ലെ? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ? 1 ആണ്, അതുകൊണ്ട് എഴുതുന്നില്ല. മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ എഴുതിയിട്ടുണ്ട്. ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. പക്ഷെ ഡിനോമിനേറ്റർ ഒരു പ്രോഡക്റ്റ് ആണ് അല്ലെ? ആ പ്രോഡക്റ്റ് റൂൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫംഗ്ഷൻ ഇങ്ങനെ എഴുതി വെച്ചത്. കണ്ടോ, ഫംഗ്ഷൻ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഡിനോമിനേറ്റർ ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇയാളുടെ ഡെറിവേറ്റീവ് എന്താണ്? ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് 2x minus 5. നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും അല്ലെ? 2x minus 5 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. എന്താ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ? ഇതേപോലെ എഴുതിയാൽ x minus 2 square x minus. അപ്പൊ ഇവിടെ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പോളിനോമിയൽ ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലിയർ? ഇനി നമ്മള് dy by dx at 7 0 ചെയ്യാണ്. 7 0 എന്ന് പറഞ്ഞാൽ ഞങ്ങൾ x-ന് 7 കൊടുക്കണം, y-ക്ക് 0 കൊടുക്കണം. ഇവിടെ y ഒന്നും ഇല്ലാത്തത് കൊണ്ട് പ്രശ്നമില്ല. x-ന് 7 എന്ന് കൊടുക്കാണ്. x-ന് 7 എന്ന് കൊടുക്കുമ്പോൾ നോക്കൂ നിങ്ങൾ, ഈ രണ്ടാമത്തെ ടേമിൽ ഇവിടെ 7 കൊടുക്കുമ്പോൾ ഇവിടെ നോക്കണം, ഇവിടെ 7 കൊടുത്താൽ എന്ത് സംഭവിക്കും? 7 minus 7 0 വരും. അപ്പൊ ഈ ടേം മൊത്തം എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഈ സെക്കൻഡ് ടേം മൊത്തം 0 ആയിട്ട് മാറും. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് ടേം മാത്രം മൈൻഡ് ചെയ്താൽ മതി. ഇവിടെ 7 കൊടുത്താൽ എന്തൊരു ആൻസർ? 7 minus 2 അല്ലെ? 7 minus 2 5 വരും. ഇവിടെ 7 minus 3 4 വരും. ഇവിടെ 7 കൊടുത്താൽ 7 minus 2 5ന്റെ സ്ക്വയർ, 7 minus 3 4ന്റെ സ്ക്വയർ. 20 divided by 25 into 16. ഈ 4ഉം ഈ 16 നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. 5ഉം 25ഉം ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ ഫൈനൽ ആൻസർ 1/20 എന്ന് നമുക്ക് ആൻസർ കിട്ടും.
ഈ 1/20 ആണ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. ഓക്കെ, സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എം റെഡി ആയിട്ടുണ്ട്, പോയിന്റ് ഓൾറെഡി ഇവിടെ റെഡി ആയിട്ടുണ്ട് 0.70. therefore what is equation of tangent? yes, പോയിന്റ് സ്ലോപ്പ് ഫോം ഏതാണ്? y minus y1 is equal to m into x minus x1. അപ്പൊ എന്ത് കിട്ടും? y minus y1 is equal to m into x minus x1. ഇവിടെ ഇതാണ് x1, ഇതാണ് y1. y minus 0 is equal to m into x minus 7. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 20y is equal to x minus 7. വൺ സൈഡ് ആക്കി എഴുതി കഴിഞ്ഞാൽ എന്ത് ആൻസർ കിട്ടും? പറയൂ, ആൻസർ പറയൂ. x minus 20y minus 7 is equal to 0. സിമ്പിൾ അല്ലേ? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കട്ട് ദി എക്സ് ആക്സിസ്. കട്ട് ദി എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ y കോർഡിനേറ്റ് 0. y 0 വരണമെങ്കിൽ ഈ എക്സ്പ്രഷൻ 0 വരണം. ഇത് 0 വരണമെങ്കിൽ ന്യൂമറേറ്റർ 0 വരണം. ന്യൂമറേറ്റർ 0 മീൻസ് വാട്ട്? x is equal to 7. therefore പോയിന്റ് കിട്ടി. ആ പോയിന്റിൽ നമ്മൾ സ്ലോപ്പ് കാണാണ്. സ്ലോപ്പ് കാണാൻ ഡെറിവേറ്റീവിൽ കോഷ്യന്റ് റൂൾ ഉപയോഗിക്കുന്നു. കോഷ്യന്റ് റൂൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരു പ്രോഡക്റ്റ് റൂൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷനെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഈ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ആണ് ഈ കാണുന്ന സംഭവം. അതിൽ നമ്മൾ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടിരിക്കുന്നത്. ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഓക്കെ, 7 എന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് മൊത്തത്തിൽ 0 ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ 7 കൊടുത്താൽ എല്ലാ എക്സിനും 7 കൊടുത്താൽ നമുക്ക് 1/20 എന്ന് കിട്ടുന്നു. y minus y1 is equal to m into x minus x1 ചെയ്താൽ നമുക്ക് ആൻസർ ലഭിക്കും. ഓക്കെ, എല്ലാവരും വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. സെപ്പറേറ്റ് നോട്ട് ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഈ സ്ക്രീൻ അവസാനിക്കുന്നതോടുകൂടി നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും എഴുതിയെടുക്കുന്നു, അതിന്റെ സൊല്യൂഷൻസ് നോക്കുന്നു, ആൻസറും നിങ്ങൾ ഇതിന്റെ കൂടെ എഴുതിയെടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സപ്പോർട്ടീവ് സ്റ്റെപ്സും നിങ്ങൾ എഴുതിയെടുക്കും. ക്ലിയർ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 15. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ആൻഡ് നോർമൽ ടു ദി കർവ് x raised to 2/3 plus y raised to 2/3 is equal to 2 at the point 1, 1. ഇവിടെ ഇക്വേഷൻ ഓഫ് ടാൻജന്റ്, ഇക്വേഷൻ ഓഫ് നോർമൽ കാണാൻ പോയിന്റ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലോപ്പ് മാത്രമേ ആവശ്യമുള്ളൂ അല്ലെ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഇതിന് ഡെറിവേറ്റീവ് കാണണം. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് പണ്ട് പരിചയമുള്ളതാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് നോക്കാം. എന്താണ് x raised to n ന്റെ ഡെറിവേറ്റീവ്? n x raised to n minus 1. x raised to 2/3 ന്റേത് 2/3 x raised to 2/3 minus 1. അതാണ് -1/3 പ്ലസ് 2/3 y raised to minus 1/3 y dash. y എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. 2/3 y raised to minus 1/3 y dash is equal to 0. ഇന്ന് ഡെറിവേറ്റീവ് കണ്ടാൽ y raised to minus 1/3 y dash is equal to minus x raised to 1/3. 2/3 cancel ചെയ്തു. y dash is equal to minus x raised to 1/3 divided by y raised to 1/3. Okay, y raised to minus 1/3. ഇത് നെഗറ്റീവ് പവർ ആണുള്ളത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്താൽ y by x raised to 1/3 എന്ന് ലഭിക്കും. dy by dx is equal to y by x raised to 1/3 with negative sign. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ചെയ്തിട്ടുണ്ടാവും. ഒന്ന് റെഫർ ചെയ്ത് നോക്കാം കേട്ടോ. dy by dx കിട്ടി. dy by dx ഈ പോയിന്റിൽ ചെയ്യണം. 1, 1 എന്ന് പറയുന്ന പോയിന്റിൽ ചെയ്യണം. y dash at 1, 1. ഇവിടെ 1, 1 എന്ന് കൊടുത്താൽ ആൻസർ എന്ത് കിട്ടും? -1 എന്ന് ആൻസർ കിട്ടും. ഇതാണ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് കിട്ടി, പോയിന്റ് കിട്ടി. therefore what is equation of tangent? equation of tangent is y minus y1. ഇതാണ് y1. ഓക്കെ, ഏതാണ് y1? y1 ഉം x1 ഇവിടെ സെയിം ആണ് കേട്ടോ. ഇതാണ് y1. y minus y1 is equal to m into x minus x1. കറക്റ്റ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ y minus y1 is equal to minus x plus 1. വൺ സൈഡ് ആക്കി എഴുതി കഴിഞ്ഞാൽ x plus y plus 2 is equal to 0. ഇതാണ് ഇക്വേഷൻ ഓഫ് ടാൻജന്റ്. ഇനി നമുക്ക് ഇക്വേഷൻ ഓഫ് നോർമൽ എഴുതാൻ സെയിം സ്ലോപ്പ് നോക്കൂ. സ്ലോപ്പ് ഇവിടെ ഉണ്ട്, മൈനസ് y by x raised to 1/3 ആണ്. ആ സ്ലോപ്പ് ഞാൻ എഴുതിയിട്ടുണ്ട്. സ്ലോപ്പ് ഇവിടെ -1 കിട്ടിയിട്ടുണ്ട്. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആണ് -1 അല്ലെ? സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആണ് -1. അപ്പൊ സ്ലോപ്പ് ഓഫ് നോർമൽ എന്തായിരിക്കും? സ്ലോപ്പ് ഓഫ് നോർമൽ നെഗറ്റീവ് റെസിപ്രോക്കൽ എടുക്കുന്നു, 1 ലഭിക്കുന്നു. സെയിം ഇക്വേഷൻ, ഇക്വേഷൻ ഓഫ് നോർമൽ ഈസ് y minus y1 is equal to m into x minus x1. that is y minus 1 is equal to m into, ഇവിടെ m മാത്രമേ വ്യത്യാസമുള്ളൂ, x minus x1. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y is equal to x എന്ന ആൻസർ കിട്ടും. y is equal to x. ഇതാണ് സ്ലോപ്പ് ഇക്വേഷൻ ഓഫ് നോർമൽ. ഇത്രയും പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു 4 ക്വസ്റ്റ്യൻസ് അസൈൻമെന്റ് ഉണ്ട്. NCERT ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ ആണ് നിങ്ങൾ കാണുന്നത്. എക്സസൈസ് നമ്പർ 6.3-ലെ 6, 13, 15, 22 ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കാവുന്നതാണ്. അസൈൻമെന്റിന്റെ നമ്പർ കൊടുക്കേണ്ടത് ഈ നമ്പർ അല്ല കൊടുക്കേണ്ടത്. നമ്മൾ കൊടുത്തു വരുന്ന കണ്ടിന്യൂസ് നമ്പേഴ്സ് ഉണ്ട്. അതായിരിക്കും നമ്പർ 4, നമ്പർ 5, 6, 7 അങ്ങനെയാണ് നമ്പർ കൊടുക്കേണ്ടത്. അപ്പൊ ഇതാണ് 4th ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ചോദ്യം ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി നോർമൽ ടു ദി കർവ് x is equal to 1 minus a sin theta.
y is equal to b cos square theta. ഇത് പാരാമെട്രിക് ഡിഫറൻഷിയേഷൻ ആണ്. അതിൽ നിങ്ങൾ dy by dx കണ്ടിട്ട് തീറ്റയ്ക്ക് പൈ ബൈ 2 കൊടുക്കുന്നു. Question number 5, assignment number 5, find the points on this ellipse parallel to x-axis, parallel to y-axis tangent. Okay, ഈ മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. Question number 6, equation of tangent parallel to this line. ഇതിന്റെ സ്ലോപ്പ് ആണ്. സ്ലോപ്പ് ഈ ലൈനിന്റെ സ്ലോപ്പ് ആയിരിക്കും. ഈ ലൈനിന്റെ സ്ലോപ്പ് കാണുന്നു, y ഡാഷിന് ആ നമ്പർ കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് പോയിന്റ് കിട്ടും. പോയിന്റ് കിട്ടിയാൽ ഇക്വേഷൻ കിട്ടും. ഒരു ക്വസ്റ്റ്യനും കൂടെ, ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ആൻഡ് നോർമൽ ടു ദി കർവ് y square is equal to 4x at the point at square to 80. ഓക്കെ, ഇവിടെ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ആൻഡ് നോർമൽ കാണാൻ പോയിന്റ് തന്നിട്ടുണ്ട്. ഇനി സ്ലോപ്പ് കണ്ടാൽ മതി. ഈ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം. തീർച്ചയായിട്ടും ഇന്ന് തന്നെ ചെയ്യണം. സംശയങ്ങൾ നിങ്ങൾ ചോദിക്കണം. എല്ലാവരും കൃത്യമായിട്ട് നോട്ട്ബുക്കുകൾ എഴുതിയെടുക്കണം. കൃത്യമായി പഠിക്കണം. ഓരോ ദിവസം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയാസവും ഇല്ലാതെ നമുക്ക് ഈ ചാപ്റ്റർ മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഒരുമിച്ച് പഠിക്കാം എന്ന് ആരും ഒരിക്കലും വിചാരിക്കരുത്. ഒരിക്കലും നിങ്ങൾക്ക് ഒരുമിച്ച് ഇത് പഠിക്കാൻ കഴിയില്ല. സ്ലോയിൽ പഠിച്ചാൽ സ്ലോയിലെ മറന്നു പോവുകയുള്ളൂ. സ്പീഡിൽ പഠിച്ചു കഴിഞ്ഞാൽ സ്പീഡിൽ മറന്നു പോകും. അതുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് നോട്ട്സ് എഴുതിയെടുക്കുക, പഠിക്കുക, നല്ല കുട്ടികളാവുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കും. ഓക്കെ, താങ്ക് യു.